വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരുണയുള്ളവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 9 വാക്യം. യഹോവ എല്ലാവർക്കും നല്ലവൻ, തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത്യുത്തമമാണ്. ദൈവപുരുഷനായ മോശ അവനെ കൃപയുള്ളവനായി കണ്ടു. ദൈവം മോശയോടും തന്റെ കൃപയും കരുണയും തന്നെ വെളിപ്പെടുത്തി. ദൈവത്തോടടുപ്പമുള്ളവർ അവൻ വളരെ ദയയുള്ളവനാണെന്ന് മനസ്സിലാക്കും. വിശുദ്ധ ഗ്രന്ഥം ആവർത്തന പുസ്തകം 7 അധ്യായം 9 വാക്യത്തിൽ, ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പരിപാലിക്കുന്നു എന്ന് കാണുന്നു. യേശു കൃപയുള്ളവനായതിനാൽ അവൻ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 10 അധ്യായം 38 വാക്യത്തിൽ നാം വായിക്കുന്നു. ആവശ്യക്കാർക്കെല്ലാം സഹായങ്ങൾ നൽകാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിട്ടില്ല. ഒരു ദിവസം മോശ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ മഹത്വം കാണിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ മഹത്വം കാണിക്കുന്നതിന് മുൻപ് ദൈവം തന്റെ കൃപയും പ്രീതിയും വെളിപ്പെടുത്തി. അത്തരം കൃപയില്ലാതെ അവനെ കാണുന്നത് ആർക്കും ജീവിക്കാൻ സാധിക്കുകയില്ല. കാരണം അവൻ അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്ന് 1 തീമോഥെയോസ് 6 അധ്യായം 16 വാക്യത്തിൽ കാണുന്നു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, എൻ്റെ എല്ലാ നന്മകളും ഞാൻ നിങ്ങളുടെ മുൻപാകെ കടത്തിവിടും. ഞാൻ നിങ്ങളുടെ മുൻപാകെ കർത്താവിൻ്റെ നാമം ഘോഷിക്കും. എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ കൃപയുള്ളവനായിരിക്കും. എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ കരുണ കാണിക്കും എന്ന്. ഇത് പുറപ്പാട് പുസ്തകം 33 അധ്യായം 19 വാക്യത്തിൽ കാണുന്നു. മോശയോട് തന്റെ മഹത്വം കാണിക്കുന്നതിന് അവൻ സന്തുഷ്ടനായിരുന്നു. അവനോടൊപ്പം നടക്കാൻ അവൻ ഹാനോക്കിനോട് തന്റെ പ്രീതി കാണിച്ചു. ഇത് ഉൽപ്പത്തി പുസ്തകം 5 അധ്യായം 24 വാക്യത്തിൽ കാണാൻ കഴിയും. ദൈവത്തോടൊപ്പം നടക്കാൻ നോഹയ്ക്കും കൃപയും ധൈര്യവും നൽകി. ഇത് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം 9 വാക്യത്തിലും കാണാൻ കഴിയും. അവൻ അബ്രഹാമിനോട് തന്റെ വലിയ ദയ കാണിക്കുകയും അവനെ ഒരു സ്നേഹിതനായി ആലിംഗനം ചെയ്യുകയും ചെയ്തത് യാക്കോബ് 2 അധ്യായം 23 വാക്യത്തിലും കാണുന്നു. അതുമാത്രമല്ല, വാർദ്ധക്യത്തിൽ അബ്രഹാമിന് അനുഗ്രഹിക്കപ്പെട്ട സന്തതിയായി ഇസ്ഹാക്കിനെ നൽകി. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ സമൃദ്ധമായ പ്രീതി നിമിത്തം ഈ ഇസ്രായേൽ ജനം അബ്രഹാമിന്റെ സന്തതികളായി പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം അവകാശമാക്കി. അവർ പണിതിട്ടില്ലാത്ത നഗരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും അവർ ആസ്വദിച്ചു. ആത്മാവിന്റെ 5ാമത്തെ ഫലം ദയയാണ്. കൃപയും കാരുണ്യവും പ്രീതിയും എല്ലാം ദയ എന്ന വാക്കിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യനിൽ ആഗ്രഹിക്കുന്നത് ദയയാണെന്ന് സദൃശ്യവാക്യങ്ങൾ 19 അധ്യായം 22 വാക്യത്തിൽ കാണുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്യുമെന്ന് യോഹന്നാൻ 14 അധ്യായം 13 വാക്യത്തിലും എഴുതിയിരിക്കുന്നു. നമുക്ക് ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സമൃദ്ധമായി നൽകുന്നത് ദൈവമാണെന്ന് 1 തീമോഥെയോസ് 6 അധ്യായം 17 വാക്യത്തിലും കാണുന്നു. ക്രിസ്തുവിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ദയയും ആർദ്രഹൃദയവും പരസ്പരം ക്ഷമിക്കുകയും ചെയ്യുക എന്ന് എഫേസ്യർ 4 അധ്യായം 32 വാക്യത്തിൽ അവൻ പറയുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ അത് ചെയ്യാതെ ഇരിക്കരുത്. അത് പാപമായി കണക്കിടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 1 അധ്യായം 6 വാക്യം. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 21-22 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 14 അധ്യായം. ആമേൻ.